കിഴക്കൻ ഓസ്ട്രേലിയയിൽ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുകയും പൊതുഗതാഗതം നിർത്തിവെക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ട്. ചുഴലിക്കാറ്റിന്റെ വരവോടെ ശക്തമായ കാറ്റും മഴയുമാകും അനുഭവപ്പെടുക. ക്വീൻസ്ലാൻഡിലെ 660 സ്കൂളുകളും ന്യൂ സൌത്ത് വെയിൽസിലെ 280 സ്കൂളുകളും അടച്ചുപൂട്ടാൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് നിർദ്ദേശിച്ചു. ശനിയാഴ്ച രാവിലെ ക്വീൻസ്ലാൻഡ് തീരത്ത് ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൺഷൈൻ കോസ്റ്റ് മേഖലയ്ക്കും ഗോൾഡ് കോസ്റ്റ് നഗരത്തിനും ഇടയിലാകും ഇത്. 1974 ഗോൾഡ് കോസ്റ്റിൽ സോയ് ചുഴലിക്കാറ്റ് വ്യാപകമായ വെള്ളപ്പൊക്കത്തിന് കാരണമായതിനുശേഷം ബ്രിസ്ബെയിന് സമീപം തീരം കടക്കുന്ന ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ്. ചുഴലിക്കാറ്റിനെ നേരിടാൻ 3,10,000 മണൽ ചാക്കുകൾ ബ്രിസ്ബെയിനിലേക്ക് എത്തിച്ചതായി ഫെഡറൽ സർക്കാർ വ്യക്തമാക്കി. കൂടുതൽ ചാക്കുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിലുടനീളം പൊതുഗതാഗതം നിർത്തിവച്ചിട്ടുണ്ട്. അപകടം കുറയുന്നതുവരെ ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാകും നടത്തുക. ന്യൂ സൌത്ത് വെയിൽസിലെ 4,500 വീടുകളിലും ബിസിനസ്സുകളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ബ്രിസ്ബെയിനിന് 280 കിലോമീറ്റർ കിഴക്കായാണ് നിലവിൽ ചുഴലിക്കാറ്റുള്ളത്. മണിക്കൂറിൽ 95 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ചിലപ്പോൾ വേഗത മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കരയിലെത്തുന്നതുവരെ കാറ്റിന്റെ ശക്തി കുറയില്ലെന്നാണ് പ്രതീക്ഷ. എന്നിരുന്നാലും പ്രധാന ആശങ്ക വ്യാപകമായുണ്ടാകാവുന്ന വെള്ളപ്പൊക്കമാണ്. ബ്രിസ്ബെയിനിലെ 20,000 വീടുകൾ വരെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.